സിദ്ധാർത്ഥൻ എങ്ങനെ ശ്രീ ബുദ്ധനായി എന്ന കഥ അറിയാം. നേപ്പാളിലെ കപിലവസ്തുവിന്റെ രാജാവായ ശുദ്ധോധനന്റെയും മായയുടെയും മകനായാണ് സിദ്ധാർത്ഥൻ ജനിക്കുന്നത്. സിദ്ധാർത്ഥന്റെ അമ്മ അദ്ദേഹം ജനിച്ച് 6 ദിവസം കഴിഞ്ഞപ്പോൾ മരിക്കുകയും അതിനുശേഷം മാതൃസഹോദരിയായ പ്രജാപതി ഗൗതമി അദ്ദേഹത്തെ വളർത്തിയെ. ഒരിക്കൽ കുഞ്ഞിനെ കാണാൻ എത്തിയവരിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. കണ്ട മാത്രയിൽ തന്നെ അയാൾ കുട്ടിയെ കയ്യിലെടുത്ത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇവൻ ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു ചക്രവർത്തിയാകും. എന്നാൽ എപ്പോഴെങ്കിലും ഇവൻ കൊട്ടാരം വിട്ട് പുറത്തുപോയാൽ ലോകർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്യാസിയാകും. ഇത് കേട്ടതും ശുദ്ധോധനൻ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്ന അവസ്ഥയിലാണ്. തന്റെ പുത്രനെ ഒരു ചക്രവർത്തിയായി കാണാൻ ആഗ്രഹിച്ച അദ്ദേഹം അങ്ങനെ സിദ്ധാർത്ഥനെ പുറം ലോകത്തിൽ നിന്നും വേർപെടും. കൊട്ടാരത്തിൽ തന്നെ ഗുരുവിനെ വരുത്തി വിദ്യാഭ്യാസം നൽകി. പ്രപഞ്ചസത്യങ്ങളെക്കുറിച്ച് അവൻ തിരിച്ചറിയുകയോ അത് തേടി പോവുകയോ ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ജനനം, രോഗം, മരണം, വാർദ്ധക്യം എന്നിവയെപ്പറ്റി ബുദ്ധന് അധികമൊന്നും അറിയില്ലായിരുന്നു. ഒരിക്കലും കൊട്ടാരം വിട്ടുപോകാതിരിക്കുവാൻ 16-ാം വയസ്സിൽ യശോധര എന്ന സുന്ദരിയായ പെൺകുട്ടിയെ സിദ്ധാർത്ഥൻ വിവാഹം കഴിച്ചു നൽകി. അങ്ങനെ അവർക്ക് രാഹുലൻ എന്ന പുത്രനുണ്ടായി. സിദ്ധാർത്ഥന് രാജാവാകാനുള്ള സമയം വന്നെത്തി. എന്നാൽ അതിന് ദിവസങ്ങൾക്കു മുൻപ് കൊട്ടാരം പാട്ടുകാരൻ ഒരു അഭിപ്രായം മുന്നോട്ടുവെച്ചു: രാജ്യം ഭരിക്കണമെങ്കിൽ രാജ്യത്തെ സാമൂഹിക സാഹചര്യങ്ങളെപ്പറ്റി അറിയണം. അതിനാൽ സിദ്ധാർത്ഥനെ ഒരു ദിവസത്തേക്കെങ്കിലും കൊട്ടാരത്തിന് പുറത്ത് യാത്ര ചെയ്യാൻ. രാജാവ് ആദ്യം അത് എതിർത്തെങ്കിലും പിന്നീട് അതിന് സമ്മതിച്ചു. അങ്ങനെ തേരിൽ ഏതാനും സൈനികരുടെ അകമ്പടിയോടെ സിദ്ധാർത്ഥൻ കപിലവസ്തുവിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി. യാത്രയിൽ നാടിന്റെ ഭംഗി അദ്ദേഹം വളരെയധികം ആസ്വദിച്ചു. പെട്ടെന്ന് അദ്ദേഹം രോഗിയായ ഒരു ഗ്രാമീണനെ കണ്ടു. ഇത് കണ്ട ബുദ്ധന് ആശ്ചര്യം തോന്നി. തേരിന്റെ സാരഥിയോട് എന്താണ് അയാൾ അവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അയാൾ അസുഖബാധിതനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീടുള്ള യാത്രയിൽ സിദ്ധാർത്ഥൻ മരണപ്പെട്ട ഒരാളെയും ഒരു വൃദ്ധനെയും കണ്ടു. ഇതിലൂടെ താൻ സ്നേഹിക്കുന്നവരെല്ലാം ഒരിക്കൽ പ്രായമായി മരിക്കുമെന്ന സത്യം മനസ്സിലാക്കി. വീണ്ടും തുടർന്നുള്ള യാത്രയിൽ ഒരു സന്യാസിയെ കണ്ടു. ആ സന്യാസിയുടെ മുഖത്ത് മാത്രം ദുഃഖം കണ്ടില്ല. സിദ്ധാർത്ഥനെ അത് വളരെയധികം അത്ഭുതപ്പെടുത്തി. എന്തുകൊണ്ടാണ് ദുഃഖമില്ലാത്തത്? സിദ്ധാർത്ഥൻ ചോദിച്ചു. ആ സന്യാസി പറഞ്ഞു: ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ആഗ്രഹങ്ങളെ അതിജീവിക്കുന്നതിലൂടെ ദുഃഖത്തെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കാനാണ്. ഇവിടെ വെച്ചാണ് സിദ്ധാർത്ഥൻ ആത്മീയ യാത്രയിലേക്ക് തിരിയുന്നത്. തന്റെ സാരഥിയെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ച ബുദ്ധൻ 5 ശിഷ്യന്മാരെയും കൂട്ടി ബോധഗയയിലേക്ക് പോയി. ഏകദേശം 6 വർഷത്തോളം ബുദ്ധനും തപസ് ചെയ്തു. എന്നാൽ ബുദ്ധൻ ബോധോദയം ലഭിച്ചില്ല. ബോധോദയം ലഭിക്കുവാനുള്ള വഴി ഉപവാസം അല്ല എന്ന് മനസ്സിലാക്കി. ചെറിയ രീതിയിലുള്ള ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് തപസ് തുടർന്നു. ഇതിനിടയിൽ ശിഷ്യന്മാർ അദ്ദേഹത്തെ വിട്ടുപോയി. എന്നാൽ ഇത്തവണ ബുദ്ധൻ ബോധോദയം പ്രാപ്തമായി. ബോധോദയത്തിലൂടെ തനിക്ക് ലഭിച്ച അറിവ് തന്റെ 5 ശിഷ്യന്മാരെയും പിന്നീട് സാരാനാഥത്തിൽ നിന്നും ബുദ്ധൻ കണ്ടെത്തി പകർന്നു നൽകി. അവിടെ ബുദ്ധൻ ആദ്യ പ്രഭാഷണം നടത്തുന്നു. ദൈവം എന്ന വിശ്വാസം ബുദ്ധമതത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ ബുദ്ധന്റെ മരണത്തോടെ ആശ്രമത്തിലെ ചിലർ ബുദ്ധന്റെ പ്രതിമകൾ വെച്ച് ആരാധിക്കുവാൻ തുടങ്ങി. മതം രണ്ടായി പിളർന്നു. ഹീനയാന ബുദ്ധമതക്കാർ ബുദ്ധന്റെ സാധാരണ തത്വങ്ങൾ പിന്തുടർന്നു പോന്നു. എന്നാൽ മഹായാനക്കാർ ബുദ്ധനെ ദൈവമായി ആരാധിക്കുവാൻ തുടങ്ങി.